ഹായ് ഓൾ, എല്ലാവർക്കും മഹാവ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യാധിയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയുന്നതുപോലെ COVID-19 പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ അഡ്വൈസ് തരാനോ അങ്ങനെയുള്ള ഒരാളല്ല. സോ COVID-19 ബന്ധപ്പെട്ട് നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ എന്തൊക്കെ നേടിയെടുക്കാം, നമുക്ക് ഈ നെഗറ്റീവിനെ എങ്ങനെയൊക്കെ പോസിറ്റീവ് ആക്കാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കോവിഡ് 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് അല്ലെങ്കിൽ അബ്രിവേഷൻ ആണ്. ഇന്നത്തെ WHO കണക്ക് പ്രകാരം, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം, അതായത് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ന് 9.6 മില്യൺ കൺഫേംഡ് കേസസും ഏകദേശം 5 ലക്ഷത്തിനടുത്ത് മരണങ്ങളും COVID-19 ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ അവസാനത്തോടുകൂടി ചൈനയിലെ വുഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെട്ട രോഗം, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഒരു രോഗം, ലോകം മൊത്തവും പടർന്ന് മഹാവ്യാധിയായി. മാർച്ച് 10-12 ലോകാരോഗ്യ സംഘടന മഹാവ്യാധി അല്ലെങ്കിൽ അടിയന്തര അവസ്ഥ ആവശ്യമുള്ള പാൻഡെമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ, ഇതൊരു ഔട്ട് ബ്രേക്ക് ആയിരുന്നു. ദിസ് ഈസ് ആൻ ഔട്ട് ബ്രേക്ക് ഇൻ എ സ്മോൾ സിറ്റി ഓർ ടൗൺ ഇൻ ചൈന കോൾഡ് വുഹാൻ. അവിടെയുള്ള ഒരു മത്സ്യ മാംസ വിൽക്കുന്ന ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ചന്തയിലാണ് ഈ അൺനോൺ ആയിട്ടുള്ള ഡിസീസ് ആദ്യമായി ഉണ്ടായത്. അവിടെയുള്ള ആൾക്കാർക്ക് ന്യൂമോണിയ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെസ്പിറേറ്ററി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളായിരുന്നു COVID-19 ആദ്യമായിട്ട് സംഭവിച്ചത്. അങ്ങനെയുള്ള കേസ് ജനുവരി 13 ആയപ്പോഴത്തേനും ചൈന മുഴുവൻ വ്യാപരിച്ച് മരണസംഖ്യ വളരെയധികം ഉയരുകയും ജനുവരി 13 തായ്ലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തേക്ക് പടരുകയും ചെയ്തു. ഇത് ഒരു കണ്ടേജിയസ് ഡിസീസാണ്, അതായത് പകരുന്ന അല്ലെങ്കിൽ ഒരു സാംക്രമിക രോഗമാണ് COVID-19 എന്ന് പറയുന്നത്. COVID-19 2 പേരുകളുണ്ട്. ദ നോവൽ കൊറോണ വൈറസ് ഡിസീസ് എന്നും SARS-CoV-2 എന്നും പേരുണ്ട്. ദ നോവൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. ദിസ് ഈസ് ആൻ അൺപ്രസിഡന്റഡ് ഡിസീസ്, അതായത് നമ്മൾ മുമ്പേ കണ്ടിട്ടില്ലാത്ത ഒരു അത്യപൂർവമായ രോഗമാണിത്. ഒരു പുതിയതായിട്ട് ഉത്ഭവിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ നോവൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സാർസ് കൊറോണ വൈറസ് SARS-CoV-2 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് ഡിസീസ്. അതുകൊണ്ടാണ് നമ്മളതിനെ SARS-CoV-2 എന്ന് പറയുന്നത്. ഇത് ബാധിക്കുന്നത് മെയിനായിട്ടും ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിലാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തെ മെയിനായിട്ട് ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ SARS-CoV-2 എന്ന് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ എങ്ങനെ മനസ്സിലാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ആദ്യമായിട്ട് 3 ടേംസ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 1 ഔട്ട് ബ്രേക്ക്, 2 എപ്പിഡെമിക്, 3 പാൻഡമിക്. എന്താണ് ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്? ചൈന എന്ന് പറയുന്ന രാജ്യത്തെ വുഹാൻ എന്ന് പറഞ്ഞ പ്രദേശത്തിൽ 2019 ഡിസംബർ അവസാനത്തോടുകൂടി പൊട്ടിപ്പുറപ്പെട്ട ഒരു രോഗമായിരുന്നു COVID-19 എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രാദേശിക സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെടുക അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് രോഗം സഡൻ ആയിട്ട് ബാധിക്കുക, അതായത് സഡൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അഫക്റ്റഡ് പീപ്പിൾസ്, അതിനെയാണ് നമ്മൾ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ കലാപം ഒരിടത്ത് പൊട്ടിപ്പുറപ്പെടുന്നതിനെ നമ്മൾ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. അതായത് സഡൻ ഹാപ്പനിങ്, സംതിങ് ഹാപ്പനിങ് സഡൻലി ദാറ്റ് ഈസ് അൺവെൽകംഡ്. അങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരെണ്ണം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. ഇന്ന് ഈ സാഹചര്യത്തിൽ നമ്മുടെ അങ്ങനെയുള്ള തിങ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. അതുകൊണ്ടാണ് ഒരു ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. സോ ദ COVID-19 ഔട്ട് ബ്രേക്ക് വാസ് സ്റ്റാർട്ടഡ് അറ്റ് വുഹാൻ ഇൻ ചൈന. ഓക്കെ, അങ്ങനെ അത് വളർന്ന് ചൈന മുഴുവൻ വ്യാപരിച്ചു. ചൈനയുടെ ഓരോ പ്രദേശങ്ങളും കവർ ചെയ്ത് ചൈനയിലുള്ള ഓരോ ആൾക്കാരുടെയും മരണനിരക്ക്, ദ ഡെത്ത് ടോൾ ഇൻ ചൈന ഇൻക്രീസ്ഡ് റാപ്പിഡ്ലി. അതായത് സഡൻ ആയിട്ട് അവിടുത്തെ മരണനിരക്ക്, ഡെത്ത് ടോൾ അവിടെ ഇൻക്രീസ് ചെയ്തു. അതേപോലെ രോഗവ്യാപനം, ദ സ്പ്രെഡിങ് ഓഫ് ഡിസീസ് ഇൻക്രീസ്ഡ് ഇൻ ചൈന. സിൻസ് ഇറ്റ് ഈസ് കണ്ടേജിയസ്, അത് വ്യാപിക്കുന്നത് കൊണ്ട് ഒരു പേഴ്സൺ ടു പേഴ്സൺ ആണ് ഇത് വ്യാപിക്കുന്നത്. ഏകദേശം ഇത് വ്യാപിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ ദ നേസൽ ഡ്രോപ്ലെറ്റ്സ്, അതായത് നമ്മുടെ മൂക്കിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ വായിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കൂടി വരുന്ന സ്രവങ്ങളിൽ കൂടിയാണ് ഈ ഡിസീസ് മെയിൻ ആയിട്ട് പകരുന്നത്. ഇത് ആദ്യമായിട്ട് പകർന്നത് ഒരു വവ്വാൽ ഇനത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. അതിൻ്റെ മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ഈനാമ്പെച്ചി പാങ്കുലിൻ എന്ന് പറയുന്ന ജീവികളാണ്. ഈ ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് വളരെ വേഗം പടരുന്നതാണ്. അതായത് ഏകദേശം 2 മീറ്റർ അടുത്തോളം നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് പടരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ സാമൂഹിക അകലം പാലിക്കാതെ ആദ്യം ജനങ്ങൾ അന്തം വിട്ടു നിന്ന ചൈനയിൽ അതൊരു ഔട്ട് ബ്രേക്ക് ആയിരുന്നു, അതൊരു എപ്പിഡമിക്കായി മാറി. കാരണം ചൈന വിട്ട് ജനുവരി 13 ആയപ്പോഴത്തേന് അത് തൈവാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ തൈവാനിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും UAE പോലെയുള്ള രാജ്യങ്ങളിലേക്കും അവസാനം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു? കോവിഡ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ അതൊരു എപ്പിഡമിക്കായി, അതായത് ഔട്ട് ബ്രേക്ക് കൂടി അതൊരു
രാജ്യങ്ങളുടെ അതിർത്തികൾ കടന്നു മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നപ്പോൾ അതെന്തായി? എപ്പിഡമിക്കായി. എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ നേഷൻസിനെ, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളെ ബാധിക്കുമ്പോൾ അത് എപ്പിഡമിക്കായി. ഇനി മാർച്ച് പകുതിയോടുകൂടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ പാൻഡമിക്കായി പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ മാർച്ച് 10 ആയപ്പോഴത്തേനും ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും എന്ത് ചെയ്തു? COVID-19 പകർന്നു. സോ പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള ഒരു സ്പ്രെഡിങ്, അതെന്ന് പറയുന്ന ഒരു ഡിസീസിന്റെ സ്പ്രെഡിങ്ങിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിന്റെ സ്പ്രെഡിങ്, ഇന്റർനാഷണൽ ലെവലിലുള്ള സ്പ്രെഡിങ്ങിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് COVID-19 എന്ന് പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഈ COVID-19 കൂടെ കുറെ നൗൺസ് നമ്മൾ പഠിക്കും, കുറെ അഡ്ജക്റ്റീവ്സ് നമ്മൾ പഠിക്കും, കുറെ വേർബ്സ് നമ്മൾ പഠിക്കും. അപ്പം അത് നമ്മൾ പഠിക്കുന്ന ഓരോ വേർഡിന്റെ കൂടെ ഞാൻ സ്പെസിഫൈ ചെയ്യാം, അത് നൗൺ ആണോ, വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ. അപ്പോൾ ബ്രാക്കറ്റിൽ NV A അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരമാവും. അപ്പം നമ്മൾ COVID-19 ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത് COVID-19 എന്തൊക്കെ സിംറ്റംസ് ആണ് ഉള്ളത്? സിംറ്റംസ് ഒരു നൗൺ ആണ്. ഓക്കെ, ലക്ഷണങ്ങൾ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് COVID-19 ബാധിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്? ഒന്നാമതായിട്ട് ഡ്രൈ കഫ്, അതായത് കഫം ഇല്ലാത്ത ചുമ, അല്ലെങ്കിൽ നമ്മൾ വരണ്ട ചുമ എന്ന് പറയും. നമ്മുടെ തൊണ്ട വരണ്ടിരിക്കും. ഓക്കെ, അപ്പം ഒന്നാമത്തെ സിംറ്റമാണ് ഡ്രൈ കഫ് അല്ലെങ്കിൽ വരണ്ട ചുമ എന്ന് പറയുന്നത്. ഇനി ചിലരിൽ സ്നീസിങ്. സ്നീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുമ്മൽ. ഓക്കെ, അടുത്തത് കോൾഡ്, നമ്മൾ പറയും ജലദോഷം അല്ലെങ്കിൽ മൂക്കൊലിപ്പ്. അതിൻ്റെ നാലാമത്തെ സിംറ്റം ഫീവർ, പനി അല്ലെങ്കിൽ ജ്വരം. അടുത്തതായിട്ട് ഹയർ ടെമ്പറേച്ചർ, ഉയർന്ന ദേഹോഷ്മാവ്. ഒരു മനുഷ്യൻ്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 97 ഫാരൻഹീറ്റ് ടു 99 ഫാരൻഹീറ്റ് ആണ്. അതേസമയം 100 ഫാരൻഹീറ്റിന് മുകളിലായിട്ട് ടെമ്പറേച്ചർ വരുമ്പോൾ നമ്മൾ ആ അവസ്ഥയാണ് ഫീവർ എന്ന് പറയുന്നത്. സോ കോവിഡ് ബാധിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് ഹയർ ദാൻ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ഇനി അതിനോടുകൂടി നമുക്ക് ബോഡി എയ്ക്സ് ഉണ്ടാവും അല്ലെങ്കിൽ ബോഡി പെയിൻ ഉണ്ടാവും, ദേഹം മൊത്തം വേദന അനുഭവപ്പെടാം. അടുത്തതായിട്ട് ഫറ്റീഗ്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ തളർച്ച അല്ലെങ്കിൽ ആലസ്യം, നമ്മുടെ ശരീരത്തിന് ക്ഷീണം, നമുക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കാത്ത ഒരു ക്ഷീണാവസ്ഥയാണ് നമ്മൾ ഫറ്റീഗ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് there will be difficulty in breathing, നമുക്ക് ശ്വാസം തടസ്സമില്ലാതെ സുഗമമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. മെയിനായിട്ട് ഈ ഡിസീസ് ബാധിക്കുന്നത് നമ്മുടെ ലങ്സിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. സോ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഇൻ ബ്രീത്തിങ് ഉണ്ടാവും, അതായത് ശ്വാസ തടസ്സം ഉണ്ടാകും. ഇത് ഇൻഫെക്ഷൻ ആണ്, അല്ലെ, ഒരു ബാധയാണ്. സോ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫേസിലൂടെയും മൗത്തിലൂടെയും കണ്ണിലൂടെയും ഒക്കെ വരുന്ന ശ്രമങ്ങളിലൂടെ ആണ് നമ്മൾ ഇൻഫെക്റ്റഡ് ആകുന്നത്. ഇൻഫെക്ഷൻ ആകുക, അതായത് നമ്മൾക്ക് ഒരാളിൽ നിന്ന് നമുക്ക് വൈറസ് ബാധിച്ചാൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആയി, നമ്മൾ അണുബാധ ഏറ്റവരായി മാറുന്നു. അപ്പം അണുബാധ ഉണ്ടാകാൻ within 6 feet or 2 meters there is probability for ഇൻഫെക്ഷൻ ഉണ്ടാകാൻ 2 മീറ്റർ അല്ലെങ്കിൽ 6 അടി അതിനകത്ത് ചില ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇത് കണ്ടേജിയസ് ആണ്. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫ്ലോസ് ഫ്രം വൺ പ്ലേസസ് ടു അതർ ത്രൂ പേഴ്സൺ ടു പേഴ്സണിൽ ഈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിലൂടെ, നമ്മുടെ ബോഡി ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിലൂടെ അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ്. ഇനി നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ട്, അപ്പം നമുക്കതിനെ പ്രതിരോധിക്കണം. ഇതൊരു കണ്ടേജിയസ് അല്ലെങ്കിൽ പകരുന്ന രോഗമായതുകൊണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കണം. അപ്പം വാട്ട് ആർ ദ കൺട്രോളിങ് മെഷേഴ്സ് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് മെഷേഴ്സ്? കൺട്രോളിംഗ് ഓർ റെഗുലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ മുൻകരുതലുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ എടുത്തു എന്നുള്ളതാണ് നമ്മൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് ട്രാൻസ്മിഷൻ മൂലമാണ് നടക്കുന്നത്, അതായത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ രോഗം ബാധിക്കുന്നത്. സോ മെയിനായിട്ടും ഒരാൾക്ക് രോഗം ബാധിച്ചാൽ ആ വ്യക്തി എന്താവണം? ഐസൊലേഷനിൽ പോകണം. അപ്പം നമുക്ക് പഠിക്കാനുള്ള അടുത്ത വേർഡ്, നമ്മൾ കേട്ട അടുത്ത വേർഡാണ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്തവാസം. രോഗം ബാധിച്ച ഒരു വ്യക്തി മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനോ ഒന്നിനും അനുവദിക്കാതെ അദ്ദേഹത്തെ ഏകാന്തമായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്ന പ്രക്രിയയാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ കേട്ടതാണ് ക്വാറന്റൈനിൽ പോവുക, അല്ലെ? നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അണുബാധയുള്ള പ്രദേശങ്ങളിൽ നിന്നോ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെ നമ്മൾ ക്വാറന്റൈൻ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുക. രോഗം ബാധിച്ച ഒരു വ്യക്തിയെ അവന്റെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്ത് അവനെ വേർതിരിച്ച് നിർത്തുക, അതാണ് ക്വാറന്റൈൻ. അതായത് മറ്റുള്ളവർക്ക് പടരാതിരിക്കാൻ വേണ്ടി അവനെ വേർതിരിച്ച് നിർത്തുക എന്നുള്ളതാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചുപൂട്ടൽ. അപ്പോൾ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹ വ്യാപനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? അടച്ചുപൂട്ടുക, നിയന്ത്രിക്കുക. അതിനെയാണ് നമ്മൾ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടതാണ് ഹോട്ട്സ്പോട്ട്, അല്ലെ? നമ്മൾ ഓരോ ദിവസം കേരളത്തിൽ പുതിയ ഹോട്ട്സ്പോട്ടുകൾ വന്നു, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം കൂടി എന്ന് പറയുന്നു. ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒറിജിനേറ്റിംഗ് പ്ലേസ്, അല്ലെങ്കിൽ there are more number of cases
in that place. The probability for getting infection is higher in hotspots. ഹോട്ട്സ്പോട്ടുകളിൽ എന്തായിരിക്കും രോഗം വർദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഉത്ഭവ കേന്ദ്രം എന്ന് നമ്മൾ പറയുന്നു. അവിടെ നമുക്ക് സുരക്ഷിതരായിരിക്കില്ല. സോ അവിടെയുള്ള ആൾക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നു കോവിഡ് ഈസ് എ കമ്മ്യൂണിറ്റി സ്പ്രെഡ്, അതായത് സമൂഹ വ്യാപനം ഉണ്ടാകാവുന്ന ഒരു രോഗമാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വേഗം വ്യാപിക്കാം. അതുകൊണ്ട് കമ്മ്യൂണിറ്റി സ്പ്രെഡ്, അപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത് പെട്ടെന്ന് ബാധിക്കാൻ ചാൻസസ് ഉള്ളതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സമൂഹ വ്യാപനം എന്നാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി കമ്മ്യൂണിറ്റി സ്പ്രെഡിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് സാമൂഹിക അകലം പാലിക്കുക. ഏകദേശം നമ്മൾ ഒരാളിൽ നിന്ന് 1 മീറ്റർ ഓളം ഡിസ്റ്റൻസ് വിട്ട് വേണം സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഇടപെടുമ്പോഴായാലും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും മറ്റൊരാളിൽ നിന്ന് 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ഡിസ്റ്റൻസ് സേഫായിട്ട് നമ്മൾ നിന്നിട്ട് വേണം നമ്മുടെ പ്രവർത്തികൾ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്. അടുത്ത് നിന്ന് സമ്പർക്കം ചെയ്യാതിരിക്കുക, 1-ൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആൾക്കാർ അടുത്ത് നിന്ന് സംസാരിക്കാതിരിക്കുക, അതിനെയാണ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്. ഇനി നമ്മളെടുത്ത് പറഞ്ഞു ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ മുഖ ആവരണം, അതിനെയാണ് ഫേസ് മാസ്ക് എന്ന് പറയുന്നത്. ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റൊരാളുടെ സ്രവങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളിൽ നിന്ന് സ്രവങ്ങൾ അടുത്ത ആളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നത്. മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നോസും മൗത്തും എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്ത് വേണം മാസ്ക് യൂസ് ചെയ്യാൻ. അടുത്തതായിട്ട് ഹാൻഡ് സാനിറ്റൈസർ. ഹാൻഡ് സാനിറ്റൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഹൈജീൻ, ഇതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈജീൻ അല്ലെങ്കിൽ നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ വൃത്തി നമുക്ക് ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നമുക്ക് രോഗമുണ്ടാകാം. സോ നമുക്ക് അണുബാധ ഉണ്ടെങ്കിൽ ആ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു വസ്തുവിൻ്റെ പ്രതലങ്ങളിലോ 3 മണിക്കൂറോളം നിലനിൽക്കുവാൻ കോവിഡ് വൈറസിന് സാധിക്കും. അപ്പം സോ നമ്മുടെ കയ്യിൽ അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ശുചിത്വ മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ കൈകൾ കഴുകാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ കേട്ടു ബാൻ എന്ന് പറയുന്ന വേർഡ്. ബാൻ എന്ന് പറഞ്ഞാൽ നിരോധനം അല്ലേ. നമ്മുടെ സിനിമ തിയേറ്റേഴ്സിന് ബാൻ ഉണ്ടായിരുന്നു, മദ്യത്തിന് ബാൻ ഉണ്ടായിരുന്നു അല്ലേ. സോ ബാൻ എന്ന് പറഞ്ഞാൽ നിരോധനം അല്ലെങ്കിൽ വിലക്ക് എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുക അല്ലെ, ലോക്ക്ഡൗൺ ഡിക്ലെയർ ചെയ്യുക, ഓക്കെ, ക്വാറന്റൈൻ ഡിക്ലെയർ ചെയ്യുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് റെസ്ട്രിക്റ്റ്, നിയന്ത്രിക്കുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക. സീൽ നമ്മൾ കേട്ടു, പല രാജ്യങ്ങളും മെനി കൺട്രീസ് സീൽഡ് ദെയർ ബൗണ്ടറീസ്, അതായത് അവരുടെ രാജ്യ അതിർത്തികൾ അടച്ചു, സീൽ ചെയ്യുക. ഓക്കെ, രാജ്യ അതിർത്തി അടയ്ക്കുക, തടയുക എന്നുള്ളതിനാണ് സീൽ എന്ന മീനിങ് ഇവിടെ ഉള്ളത്. ഇനി അവോയ്ഡ്, നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അവോയ്ഡ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക് ഗ്യാതറിങ്സ്, അതായത് സാമൂഹിക കൂട്ടങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഫങ്ഷൻസ് ഒഴിവാക്കണം അല്ലേ, അപ്പോൾ അവോയ്ഡ് ചെയ്യണം. കോണ്ടാക്ട്, പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു സമ്പർക്കം എന്നുള്ള വേർഡിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് കോണ്ടാക്ട് എന്നാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇനി COVID-19 എന്ന് കേട്ടപ്പോൾ എല്ലാം ലോക്ക്ഡൗൺ ഒക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ പലരും ആളുകൾ സാധനങ്ങൾ സ്റ്റോക്കപ്പ് ചെയ്തു. സ്റ്റോക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഹാരങ്ങൾ ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പല പ്രോഗ്രാമുകളും, അതായത് പല ക്രിക്കറ്റ് ടൂർണമെന്റ്സ് അല്ലെങ്കിൽ പല ഗെയിംസുകൾ, സിനിമ ഷൂട്ടിങ്സ് എല്ലാം ക്യാൻസൽ ചെയ്തു. യൂണിവേഴ്സിറ്റി എക്സാംസ് പലതും ക്യാൻസൽ ചെയ്തു അല്ലെ. റദ്ദ് ചെയ്യുക അല്ലെങ്കിൽ നിർത്തലാക്കുക എന്നുള്ളതാണ് ക്യാൻസൽ എന്ന വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ചില കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തു അല്ലെ. നമ്മുടെ ഒളിമ്പിക്സ് നമ്മൾ എന്ത് ചെയ്തു? പോസ്റ്റ്പോൺ ചെയ്തു, അത് മാറ്റിവെച്ചു അല്ലെ. അപ്പം ഈ വർഷം നടത്തേണ്ടിയിരുന്ന ഒളിമ്പിക്സ് അടുത്ത വർഷത്തിലേക്ക് എന്ത് ചെയ്തു? മാറ്റിവെച്ചു, പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇനി എല്ലാത്തിലും കൺട്രോൾ കൊണ്ടുവന്നു. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രണം വയ്ക്കുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക. ഇനി നമ്മൾ കേട്ടൊരു സാധനമാണ് സോഷ്യൽ മീഡിയാസ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ കോവിഡ് കാലഘട്ടം. ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. അത് തത്സമയമായിട്ട് സംപ്രേഷണം ചെയ്യുക. ഓൺലൈൻ മീഡിയാസ് യൂസ് ചെയ്ത് ഗ്യാതറിങ്സ് ഒഴിവാക്കി അല്ലേ. നമ്മൾ ഓൺലൈൻ എക്യുപ്മെന്റ്സ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? നമ്മുടെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ കോൺഫറൻസസ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു ലൈവ് സ്ട്രീമിങ്ങിലൂടെ അല്ലെ. തത്സമയ സംപ്രേഷണം എന്നാണ് ലൈവ് സ്ട്രീമിങ്ങിന്റെ അർത്ഥം. ഇനി നമ്മൾ കുറേ അഡ്ജക്റ്റീവ്സ്, വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. വൾനറബിൾ എന്ന് പറഞ്ഞാൽ
ഇരയാകാൻ സാഹചര്യമുള്ളത് അല്ലെങ്കിൽ ദുർബലമായത്. അപ്പം കോവിഡിനെ സംബന്ധിച്ച് കുട്ടികളെയും മുതിർന്നവരെയും ആണ്, അല്ലെങ്കിൽ പ്രായം ചെന്ന 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് COVID-19 ഏറ്റവും അധികം ബാധിക്കുന്നത്, അല്ലെങ്കിൽ അവരിലാണ് മരണസംഖ്യ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത്. എല്ലാത്തരം ഏജ് ഗ്രൂപ്പിനെയും ഇത് ബാധിക്കാം, എന്നാൽ മരണസംഖ്യ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് പ്രായമുള്ള ആൾക്കാരിലും കുഞ്ഞുങ്ങളിലുമാണ്. സോ അവർ വൾണറബിൾ ആണ്, അതായത് അവർ ദുർബലരാണ്. COVID-19 മുൻപിൽ അവർ ദുർബലരാണ്. സോ അവരെന്ത് ചെയ്യണം? ടേക്ക് കെയർ ചെയ്യണം. അപ്പം വൾണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനർ അല്ലെങ്കിൽ ദുർബലർ അല്ലെങ്കിൽ ഇരയാകാൻ ചാൻസ് ഉള്ളവർ, അങ്ങനെയാണ് നമ്മൾ വൾണറബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി പറഞ്ഞു മുതിർന്നവർ എന്ന് പറഞ്ഞു അല്ലെ. മുതിർന്നവർ എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഓൾഡ് പീപ്പിൾ എന്ന് പറയും, പക്ഷെ അത് ബഹുമാനമില്ലാത്തൊരു വേർഡാണ്. സോ നമ്മളതിനെ ബഹുമാനത്തോട് പറയുന്നതാണ് ദ എൽഡർലി, മുതിർന്ന ആൾക്കാർ. ദ എൽഡർലി എന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാരെയാണ്. സോ മുതിർന്ന ആൾക്കാർ, ചിൽഡ്രൻ, കുട്ടികൾ. ഓക്കെ, കൺഫേം ചെയ്യുക അല്ലെ. ഇപ്പോൾ ഒരാൾ COVID-19 ഉണ്ടെന്ന് അതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ അതിന്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ മേളിൽ പറഞ്ഞു, അത് പലർക്കും ഉണ്ടാകാം. അപ്പോൾ അവരെന്ത് ചെയ്യും? പോയി കോവിഡ് ടെസ്റ്റ് നടത്തും. അപ്പം ഒന്നി കോവിഡ് കൺഫേം ചെയ്യും, അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് ആകും. ഓക്കെ, കോവിഡ് പോസിറ്റീവ് ഓർ കോവിഡ് നെഗറ്റീവ്, അത് രണ്ടും കൺഫേം ചെയ്യും അല്ലെ. കൺഫേം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് മലയാളത്തിൽ അർത്ഥം, സ്ഥിരീകരിക്കുക. ഇനി പോസിറ്റീവ് ആകാം. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് രോഗം ഉണ്ട് എന്നാണ് അർത്ഥം. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് രോഗം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഇനി ചില ആളുകൾക്ക് ലക്ഷണങ്ങളോട് കൂടി രോഗങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള അഫക്റ്റഡ് പേഴ്സണെ നമ്മൾ സിംറ്റമാറ്റിക്, അതായത് അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് കഫം ഉണ്ടായിരുന്നു, അവർക്ക് ചുമയുണ്ടായിരുന്നു, ശ്വാസതടസ്സം അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് അവർ സിംറ്റമാറ്റിക്, രോഗലക്ഷണങ്ങൾ ഒന്നുമില്ല, നോർമലായ ഒരു വ്യക്തിയെ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾ അങ്ങനെയും പോസിറ്റീവ് ആകാം, ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയും പോസിറ്റീവ് ആകാം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നത് സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിംറ്റംസ്, ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നിട്ട് കൂടി അവരെന്ത് ചെയ്തു? കോവിഡ് കൺഫേം ആയി. ഇനി കോവിഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ നമ്മളുടെ ജോലികൾ, പല ജോലികളും മാൻഡേറ്ററി ആയി അല്ലെ. അതായത് മെഡിക്കൽ ഫീൽഡിലെ എല്ലാ ആൾക്കാരുടെയും തൊഴിലുകൾ മാൻഡേറ്ററി ആയി. അതായത് മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിക്കൂടാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിർബന്ധപൂർവമായിട്ടുള്ളത് അല്ലെ. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണമെന്നുള്ള സ്റ്റേ ഹോം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയി. പബ്ലിക് ഗ്യാതറിംഗ്സ് ഒഴിവാക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയി. ഓക്കെ, അപ്പം മാൻഡേറ്ററി എന്ന് പറയുന്നത് നിർബന്ധപൂർവ്വം, അത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇനി വോളണ്ടറി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കാം. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയ അല്ലെങ്കിൽ സ്വമനസാൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ ഒക്കെ കേട്ടു അല്ലെ. കമ്മ്യൂണിറ്റി കിച്ചണിൽ എന്താണ്? ആഹാര സാധനങ്ങൾ ഇല്ലാത്തവർ, ആഹാരം ലഭിക്കാത്തവർക്ക് ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സ്വമേധയ ആരൊക്കെ തയ്യാറുണ്ട്? അതായത് വേജസ് ഒന്നും അതിന് കൂലിയൊന്നും കൊടുക്കത്തില്ല. സോ സ്വമേധയ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ വോളണ്ടറി എന്ന് പറയുന്നു. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അഡ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇനി നമ്മുടെ എല്ലാം പ്രതീക്ഷ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡെയിലി ഇൻക്രീസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1000-നടുത്ത് ഇന്ത്യയിൽ എത്തിക്കുകയാണ്. പ്രതിദിനം 1000-ലും 2000-ലും അധികം രോഗവർധന വ്യാപനം വർദ്ധിക്കുകയാണ്. സോ നമ്മൾക്ക് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു വലിയ വിപത്ത് നമ്മുടെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ സൂക്ഷിച്ച പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതിന് ക്യൂറുമില്ല. സോ ഇന്ന് വരെ കോവിഡ്-19 മനുഷ്യരിൽ വിജയകരമായ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സോ നമ്മൾ സൂക്ഷിച്ചാൽ അത് നമുക്ക് തന്നെ നല്ലതായി തീരും. സോ എന്തൊക്കെയാണ് പ്രിവെൻഷൻസ് നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെ പ്രിവെൻഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്? എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമ്മൾ സാമൂഹിക അകലം പാലിക്കുക. കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കുക. അടുത്തതായിട്ട് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് സിക്ക് പീപ്പിൾ. രോഗബാധിതരമായ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഒഴിവാക്കുക, അതായത് തമ്മിലുള്ള സമ്പർക്കം ഒഴിവാക്കുക. അതായത് സ്പർശനങ്ങൾ, അവർക്ക് കൈ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അവരെ കെയർ ചെയ്യണം, പക്ഷേ അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അടുത്തതായിട്ട് വാഷ് അവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. നമ്മുടെ ഹാൻഡ്സ് എപ്പോഴും, നമ്മുടെ കൈകൾ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട്, വല്ലപ്പോഴുമല്ല ഇടവിട്ട് എന്ത് ചെയ്യണം? കഴുകണം. യൂസ് ഹാൻഡ് സാനിറ്റൈസേഴ്സ്. ഹാൻഡ് സാനിറ്റൈസർ എപ്പോഴും ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് നമ്മുടെ കൈകളിലൂടെയാണ് ഇത് പടരാനുള്ളത്. സോ നമ്മൾ ഹാൻഡ് സാനിറ്റൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇനി അവോയ്ഡ് ടച്ചിങ് ഫേസ്, മൗത്ത്, ഐ ആൻഡ് നോസ്. നമ്മൾ മുമ്പേ പറഞ്ഞു, ഇതിൽ നിന്ന്, ഈ അവയവങ്ങളിൽ നിന്ന് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന സ്രവങ്ങളിലൂടെയാണ് മെയിനായിട്ട് കോവിഡ് പടരാൻ ചാൻസ് ഉള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ടച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. അതായത് അവിടെ എന്ത് ചെയ്യാം? രോഗം വ്യാപിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അവോയ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ഇനി നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടിഷ്യൂ ഓർ ടവൽ യൂസ് ചെയ്യണം. കവർ വിത്ത് എ ടിഷ്യൂ ഓർ എ ടവൽ വൈൽ കഫിംഗ് ഓർ സ്നീസിങ്. നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? മുഖം കവർ ചെയ്യുക. ഇനി നമ്മുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ കഫ് ഓർ നീ ടു ദ ബെൻഡ്. നമ്മുടെ ബെൻഡ്, അതായത് നമ്മുടെ ആമിന്റെ ബെൻഡിലേക്ക് ചുമയ്ക്കുക എന്നാണ് WHO പറയുന്ന ഒരു പ്രതിവിധി ആയിട്ടുള്ളത്. പബ്ലിക് ഗ്യാതറിങ്സ് ഒഴിവാക്കുക. ആളുകൾ കൂടുന്ന ഇടത്തുനിന്ന് നമ്മൾ മാറി നിൽക്കുക. അതേ ഉള്ളൂ പ്രതിവിധി. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.
നമുക്ക് നല്ലൊരു ശുഭദിനം വരുമെന്ന് ആശിക്കാം. സോ എത്രയും വേഗം ഈ രോഗത്തിൽ നിന്ന് നമുക്കൊരു മുക്തി നേടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. God bless you all. Stay safe, stay home. Thank you so much.